എപ്പിസോഡ് 4 പ്രതികാരത്തിൻ്റെ കണക്കുപുസ്തകം തുറക്കുമ്പോൾ. മട്ടാഞ്ചേരിയിലേക്കുള്ള ദൂരം ഓരോ കിലോമീറ്റർ കുറയുമ്പോഴും എൻ്റെ ഉള്ളിലെ ആധി കൂടി വന്നു. 1994 കത്തിയമർന്ന് മലബാർ സാൻഡൽസ്, ചരിത്രത്തിൽ മറഞ്ഞുപോയ ആ പഴയ ഗോഡൗണിൽ അഞ്ജലിയെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? പാവയുടെ വേർപെട്ട തലയുടെ ആ ചിത്രം എൻ്റെ ഫോൺ സ്ക്രീനിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു. അത് വെറുമൊരു ചിത്രമല്ല, കൊലയാളി എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ശവക്കുഴിയാണ്. ഞങ്ങൾ ഗോഡൗണിൻ്റെ മുന്നിലെത്തി. തുരുമ്പിച്ച ഗേറ്റ് പകുതി തുറന്നു കിടക്കുന്നു. അന്തരീക്ഷത്തിൽ ചന്ദനത്തിൻ്റെ ആ മടുപ്പിക്കുന്ന ഗന്ധം വീണ്ടും. ടോർച്ച് വെളിച്ചത്തിൽ ചുവരുകളിൽ പടർന്ന കരിയും പായലും തെളിഞ്ഞു. സർ, അവിടെ. സുൽഫിക്കർ അല്പം ദൂരേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. ഹാളിൻ്റെ മധ്യത്തിൽ കത്തുന്ന ഒരു ചന്ദനത്തിരിക്ക് മുന്നിൽ അഞ്ജലി കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. വീഡിയോയിൽ കണ്ട അതേ ദൃശ്യം. അവളുടെ നെഞ്ചിലെ ഡിജിറ്റൽ ടൈമർ ഇപ്പോൾ 5 മിനിറ്റ് 12 സെക്കൻഡിലേക്ക് എത്തിയിരിക്കുന്നു. വെറും 5 മിനിറ്റ്. ഞാൻ അവൾക്കരികിലേക്ക് ഓടാൻ തുടങ്ങിയതും സുൽഫിക്കർ എന്നെ തടഞ്ഞു. സർ, നിൽക്കൂ, താഴേക്ക് നോക്കൂ. ഒരു ലേസർ ലൈറ്റ് ഗ്രിഡ്. അതിലൊരു ലൈൻ ബ്രേക്ക് ആയാൽ ടൈമർ അപ്പോൾ തന്നെ 0-ലെത്തും. ഞങ്ങൾക്കിടയിൽ 5 അടി ദൂരമുണ്ട്. പക്ഷേ അത് 5 കിലോമീറ്റർ പോലെ എനിക്ക് തോന്നി. സ്പീക്കറിലൂടെ ആ ഭ്രാന്തമായ ചിരി വീണ്ടും മുഴങ്ങി. സ്വാഗതം വിക്രം, നിന്റെ ലോജിക് ഉപയോഗിക്കൂ. എൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും കടന്നു വന്നു. ഈ ലേസർ ഗ്രിഡ് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ആ പാവയുടെ കയ്യിലുള്ള സ്വിച്ച് അമർത്തണം. പക്ഷേ അത് അമർത്തിയാൽ ടൈമർ നിൽക്കുമോ? അതോ അവളിരിക്കുന്ന കസേരയ്ക്ക് താഴെയുള്ള ബോംബ് പൊട്ടുമോ? ആ രൂപം എൻ്റെ നേരെ അലറി. നിന്റെ കൈകൾക്ക് തെറ്റുപറ്റുമോ വിക്രം? ടൈമർ ഇപ്പോൾ 59 സെക്കൻഡ്. അഞ്ജലിയുടെ കണ്ണുകൾ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ഭയപ്പെട്ടിട്ടില്ല, പകരം ദേഷ്യത്തിലാണ്. ഞാൻ ആ സ്വിച്ചിന് മുകളിൽ വിറയ്ക്കുന്ന കൈകൾ വെച്ചു. എൻ്റെ പിതാവ് പണ്ട് പഠിപ്പിച്ചു തന്ന ഒരു പാഠം ഓർമ്മ വന്നു. കുറ്റവാളി എപ്പോഴും ഒരു തെളിവ് അവശേഷിപ്പിക്കും. അത് കാണണമെങ്കിൽ കണ്ണുകളല്ല, ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ സ്വിച്ച് അമർത്തിയില്ല. പകരം ആ മരപ്പാവയുടെ കാൽക്കലിരിക്കുന്ന ചന്ദനത്തിരിയിലേക്ക് നോക്കി. അത് സാധാരണ ചന്ദനത്തിരിയല്ല. അതിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ വയർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് ചൂട് സെൻസ് ചെയ്യുന്ന ഒരു ട്രിഗറാണ്. സുൽഫിക്കർ, ആ പാവയല്ല, ആ ചന്ദനത്തിരിക്കെടുത്തു, ഞാൻ അലറി. സുൽഫിക്കർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു. ചന്ദനത്തിരി അണഞ്ഞു. 1 സെക്കൻഡ് നിശബ്ദത. പെട്ടെന്ന് ആ ടൈമർ 3-ാമത്തെ സെക്കൻഡിലെത്തി നിന്നു. ലേസർ ഗ്രിഡ് അപ്രത്യക്ഷമായി. ഞാൻ അഞ്ജലിയെ അഴിച്ചു മാറ്റി. നീ ഓക്കെ അല്ലേ? അവൾ വായിലേക്ക് കെട്ടഴിച്ച് ശ്വാസം വലിച്ചു. സർ, ഇത് ആര്യനാണ്, ഡോക്ടർ ആര്യൻ. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി. എൻ്റെ സിരകളിൽ രക്തം തണുത്തുറഞ്ഞു. ഞങ്ങളുടെ ഫോറൻസിക് എക്സ്പേർട്ട് ഡോക്ടർ ആര്യൻ. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തെളിവുകൾ വ്യാഖ്യാനിക്കാൻ കൂടെയുണ്ടായിരുന്നവൻ. അവനെവിടെ? ഞാൻ ചോദിച്ചു. ഞാനിവിടെയുണ്ട് വിക്രം. ഇരുട്ടിൽ നിന്ന് ആ ശബ്ദം വീണ്ടും മുഴങ്ങി. ഡോക്ടർ ആര്യൻ ടോർച്ച് വെളിച്ചത്തിലേക്ക് നടന്നു വന്നു. അവൻ്റെ മുഖത്ത് ആ വികൃതമായ ചിരിയുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ശസ്ത്രക്രിയ കത്തി മിന്നിത്തിളങ്ങുന്നു. എന്തിനാര്യൻ? എന്തിനെന്നോ? ആര്യൻ പൊട്ടിച്ചിരിച്ചു. 1994 ഈ ഗോഡൗൺ കത്തിയപ്പോൾ എൻ്റെ അച്ഛനെയാണ് നിന്റെ അച്ഛൻ പ്രതിയാക്കിയത്. ആ കള്ളക്കേസിൽ ജയിലിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. അന്ന് ആ ചന്ദനമുറിയിൽ എന്നെയും അമ്മയെയും പൂട്ടിയിട്ടപ്പോൾ നിന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു വിക്രം. ആ ഗന്ധം, ആ ചന്ദനഗന്ധം നീ എന്നെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ആര്യൻ എനിക്ക് നേരെ പാഞ്ഞു വന്നു. അവൻ്റെ ചലനങ്ങൾ ഒരു വേട്ടക്കാരൻ്റേതായിരുന്നു. സിംഹത്തെ പോലെ അവൻ എന്നെ ആക്രമിച്ചു. പക്ഷേ വികാരം കൊണ്ടല്ല, വിവേകം കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഒരു ചെറുത്തുനിൽപ്പിനൊടുവിൽ ഞാൻ അവനെ കീഴ്പ്പെടുത്തി. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് നീയും മരിക്കണം വിക്രം, ആര്യൻ അലറി. എൻ്റെ അച്ഛൻ ചെയ്തത് നീതിയാണ് ആര്യൻ. പക്ഷേ നീ ചെയ്തത് കുറ്റകൃത്യമാണ്. നിനക്ക് ലഭിക്കേണ്ടത് പ്രതികാരമല്ല, ശിക്ഷയാണ്. പോലീസ് സൈറണുകൾ ഗോഡൗണിന് പുറത്തു മുഴങ്ങി. ആര്യനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ അന്തരീക്ഷത്തിലെ ആ ചന്ദനഗന്ധം പതുക്കെ മായുകയായിരുന്നു. കേസ് ഡയറിയിലെ മറ്റൊരു ഫയൽ കൂടി അടയ്ക്കപ്പെട്ടു. ഡോക്ടർ ആര്യൻ ഇപ്പോൾ ജയിലരികൾക്കുള്ളിലാണ്. പക്ഷേ അയാൾ ഉപേക്ഷിച്ചു പോയ ആ മരപ്പാവ എൻ്റെ മേശപ്പുറത്ത് ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ആ വികൃതമായ ചിരി എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ നഗരത്തിൻ്റെ നിശബ്ദതയ്ക്കുള്ളിൽ ഇനിയും ഒരുപാട് മന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവ കേൾക്കാൻ കാത്തിരിക്കുന്ന അടുത്ത ഇര ആരായിരിക്കും? അഞ്ജലി എൻ്റെ മുറിയിലേക്ക് വന്നു. സർ, അടുത്ത കേസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്.
ഞാൻ എൻ്റെ തൊപ്പിയെടുത്തു. ശരി, നമുക്ക് പോകാം. ഞാൻ ആ മരപ്പാവയെ മേശയ്ക്കുള്ളിലേക്ക് മാറ്റിവെച്ചു. വിക്രമാദിത്യൻ്റെ ഡയറിയിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. നിശബ്ദതയുടെ മന്ത്രം ഇവിടെ അവസാനിക്കുന്നില്ല.